ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എണ്ണയിലും കൊഴുപ്പിലും വറുത്തതോ തിളപ്പിച്ചതോ തയ്യാറാക്കുന്ന ആഹാരത്തേക്കാൾ എന്തുകൊണ്ടും ആരോഗ്യകരമായി നല്ലത് ആവിയിൽ വെച്ചിട്ടുള്ള ഭക്ഷണമാണ്. ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാത ഭക്ഷണമാണ്. കൊഴുപ്പ് കുറഞ്ഞ നല്ലൊരു ഭക്ഷണമാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന നമ്മുടെ ഇടിയപ്പം. രാവിലെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ചിലപ്പോഴൊക്കെ മിച്ചം വരാറുണ്ട്. അങ്ങനെ വന്ന ഭക്ഷണത്തിൽ നമ്മൾ പലതും ചേർത്തിട്ട് സ്നാക്കാക്കി മാറ്റാറുണ്ട്. അങ്ങനെ ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് രുചികരമായ ഒരു പായസമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇടിയപ്പം ബാക്കി വന്നാലും ഇനിയിപ്പോൾ ഡ്രൈ ആയിപ്പോയാലും ഇതുപോലെ നല്ലൊരു പായസം തയ്യാറാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമാവും. അടപ്പായസത്തിൻ്റെയൊക്കെ ഒരു രുചിയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇടിയപ്പം ചേർത്തുള്ള ഒരു പായസമാണെന്ന് പെട്ടെന്ന് മനസ്സിലാകില്ല. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ബാക്കി വന്ന ഇടിയപ്പമാണിത്. ഈ ഇടിയപ്പം നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കിയത് റേഷനരി കൊണ്ടാണ്. അതുകൊണ്ട് പൊടിച്ചെടുക്കുമ്പോൾ ചെറുതായി കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയ ഇടിയപ്പപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് ഒരു ചെറിയ തേങ്ങ മുഴുവനായും ചിരകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാലെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങയിലേക്ക് അല്പം ചെറിയ ചൂടോടെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുക. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാം പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പീരയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി നന്നായി പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ നന്നായി പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ പായസത്തിന് ആവശ്യമായ ഒന്നാം പാലും രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട്. ഇനി പായസത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഇടിയപ്പ പായസം തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലും ശർക്കരയിലുമാണ്. നിങ്ങൾക്ക് പശുവിൻ പാൽ മാത്രം ഉപയോഗിച്ചും ഈ ഇടിയപ്പ പായസം തയ്യാറാക്കിയെടുക്കുക. പാലിലാണ് പായസം തയ്യാറാക്കുന്നതെങ്കിൽ പാലിൽ അല്പം പഞ്ചസാര ചേർത്തിട്ട് പായസം ഉണ്ടാക്കിയെടുക്കുക. ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഇടിയപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ശർക്കരപ്പാനിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടാം പാലെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇടിയപ്പം അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് കുറുക്കിയെടുത്താൽ മതി. ഏകദേശം എല്ലാം മിക്സായിട്ട് തേങ്ങാപ്പാലെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നുകൂടി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളച്ചാൽ മതി. തിളച്ച് വന്നതോടെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പായസത്തിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് നന്നായി ചൂടായി വരുമ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇടിയപ്പ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത്. ഒരു വെറൈറ്റി പായസമാണ്. സാധാരണ എല്ലാവരും ഇടിയപ്പം ബാക്കി വരുന്ന സമയത്ത് ഉപ്പുമാവാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി എല്ലാവരും ഇതുപോലൊരു വെറൈറ്റി പായസം ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അടപ്പായസത്തിൻ്റെ ടേസ്റ്റ് പോലൊരു പായസം തന്നെയാണിത്. ഇടിയപ്പ പായസം ശർക്കരയിൽ മാത്രമല്ല പാലിലും തയ്യാറാക്കിയെടുക്കുക. ഇന്നത്തെ വെറൈറ്റി ഇടിയപ്പ പായസം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്.